ഹലോ, RRB ALP പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. RRBയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് പരീക്ഷ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ പല ടെക്നിക്കൽ കാരണങ്ങൾ കൊണ്ട് ഈ പരീക്ഷ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പരീക്ഷയുടെ പുതുക്കിയ ഡേറ്റ് എന്നാണെന്ന് എല്ലാവരും അറിയാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ പലരും ചോദ്യങ്ങൾ ചോദിക്കുന്നത് കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയത്ത് നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ നിങ്ങളുടെ മുമ്പിൽ വീഡിയോയിലായിട്ട് വരണം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്താണ് നോട്ടിഫിക്കേഷനിൽ പറയുന്ന പുതുക്കിയ ഡേറ്റ് എന്ന് നമുക്ക് നോക്കാം. ഇത് RRB ALPയുടെ റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നൊരു നോട്ടിഫിക്കേഷനാണ്. ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്ന ഡേറ്റ് 19-20 തീയതികളിൽ, അതായത് മാർച്ച് 19-20 തീയതികളിലായിരുന്നു ALPയുടെ CBT2 ആദ്യം നടത്താൻ തീരുമാനിച്ചിരുന്നതും ചില പ്രോബ്ലംസ് കാരണം അത് മാറ്റിവെച്ചതും. ആ 2 ദിവസങ്ങൾക്ക് പകരം ഇനി നടത്താൻ പോകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 2-ാം തീയതിയും മെയ് 6-ാം തീയതിയുമാണ്. അപ്പോൾ ഇവിടെ ഡേറ്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട് 2-5-2025 അതുപോലെ തന്നെ 6-5-2025. അപ്പം മെയ്യിലേക്ക് മെയ് 2-ലും മെയ് 6-നുമായിട്ടാണ് RRB ALPയുടെ CBT2വിൻ്റെ പരീക്ഷ നടത്താൻ പോകുന്നുള്ള ഇമ്പോർട്ടൻ്റ് ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒന്ന് തണുത്ത്, വളരെ സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നവരൊക്കെ ഒന്ന് തണുത്ത് ഇതിൻ്റെ ഡേറ്റ് ഇനി ഡിലേ ആവുമോ എന്നൊക്കെ സംശയിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോടാണ് പറയാനുള്ളത്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫുൾ സ്ട്രെങ്തിൽ പഠിക്കാനുള്ള സമയം ഇനി നിങ്ങളുടെ മുമ്പിൽ 1 മന്ത് കൂടിയുണ്ട്, ഏകദേശം 1 മാസമുണ്ട്. അപ്പം കൃത്യമായിട്ട് എല്ലാവരും അവരവരുടെ പ്രിപ്പറേഷൻ തുടങ്ങുക. ഇനി ഇവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഓൾ കാൻഡിഡേറ്റ്സ് ഹു വെയർ ഷെഡ്യൂൾഡ് ഓൺ 19-3-2025 ഫസ്റ്റ് ഷിഫ്റ്റ് എക്സ്ക്ലൂഡിംഗ് ദോസ് ഹു കംപ്ലീറ്റഡ് ദെയർ എക്സാം. അതായത് ഷിഫ്റ്റ് 1 19-ാം തീയതി ഒന്നാമത്തെ ഷിഫ്റ്റിലുള്ള എല്ലാ ആൾക്കാർക്കും റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഈ റീഷെഡ്യൂൾ ചെയ്ത ഡേറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 20-ാം തീയതി 19-ാം തീയതി സെക്കൻഡ് ഷിഫ്റ്റിലുള്ളവരും 20-ാം തീയതി ഫസ്റ്റ് ഷിഫ്റ്റിലുള്ളവരും, അങ്ങനെ 3 ഷിഫ്റ്റായിട്ടാണ് പരീക്ഷ നടത്തിയത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു പക്ഷേ. 19-ാം തീയതി 2 ഷിഫ്റ്റുകളും 20-ാം തീയതി ഒരു ഷിഫ്റ്റും ആയിരുന്നുണ്ടത്. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ എക്സാം റീഷെഡ്യൂൾ ചെയ്തത് എന്നതിൻ്റെ കാര്യമാണ് ഇവിടെ 2 പോയിന്റ്സ് ആയിട്ട് പറയുന്നത്. 19-ാം തീയതി ഫസ്റ്റ് ഷിഫ്റ്റിലുള്ളവരും 19-ാം തീയതി സെക്കൻഡ് ഷിഫ്റ്റിലുള്ളവർക്കും അതുപോലെ തന്നെ 20-ാം തീയതി ഫസ്റ്റ് ഷിഫ്റ്റിലുള്ളവർക്കും ഈ പരീക്ഷ മാറ്റിവെച്ചു എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്ന ഒരു കാര്യം, ദ റിപ്പോർട്ടിംഗ് ടൈം ഓഫ് കാൻഡിഡേറ്റ്സ് അറ്റ് ദ എക്സാമിനേഷൻ സെൻറ്റർ ഈസ് 7:30. ഫസ്റ്റ് ഷിഫ്റ്റിന് 7:30 റിപ്പോർട്ടിംഗ് ടൈം. ഇനി വരുന്ന പരീക്ഷയുടെ കാര്യമാണ് പറയുന്നത്. സെക്കൻഡ് ഷിഫ്റ്റിൻ്റെ ടൈം എന്ന് പറയുന്നത് 12:30. അപ്പോൾ ടൈം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളുക. രാവിലെ 7:30 ഫസ്റ്റ് ഷിഫ്റ്റിൻ്റെ ടൈം, അതുപോലെ തന്നെ 12:30 സെക്കൻഡ് ഷിഫ്റ്റിൻ്റെ ടൈം ഇനി വരുന്ന ഡേറ്റുകളിൽ. അപ്പോൾ ഡേറ്റ് ഒന്നുകൂടെ ഓർത്തോളുക, മെയ് 2-ാം തീയതിയും മെയ് 6-ാം തീയതിയും. ഇതാണ് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ ദിശ അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലിലും ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും നിങ്ങളത് ചെക്ക് ചെയ്തോളുക. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.